വരണപ്പാ, ബഹളം ഉണ്ടാക്കല്ലേ. എന്ത് ഫോണാണ്? ഹലോ, രത്നമഹാളാണ്. ആര്? സേതുവാ? ഉണ്ടല്ല, വിളിക്ക. സേതു, ഫോണാണ്. ഞാൻ നിനക്കൊരു കാളുണ്ട്. ദേ വന്ന്. ഹലോ, അതെ. മാത്യോ, വൺ സെക്കൻഡ്. എന്തായി? റെഡിയായ? എപ്പോ പോകാൻ പറ്റും? അടുത്ത് തന്നെ പറക്കാവുന്നേ. വേറെ എന്നാ ഉണ്ട്? അപ്പഴേ മറ്റേ 10,000 തികച്ചും മറ്റന്നാ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേക്കണം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എവിടെ നിന്ന് കൊടുക്കാനാ മാത്യു? കുറച്ചുകൂടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത. അയ്യോ, അത് നടക്കല. പിന്നെ ഈ ട്രിപ്പിൽ പോകാൻ പറ്റിയില്ലേ? അടുത്ത കാലത്ത് ഒന്നും നോക്കണ്ട. അയ്യോ, അത് പറ്റില്ല. ഈ ട്രിപ്പിൽ തന്നെ പോണം. എന്നാലേ പണം പറഞ്ഞ സമയത്ത് എത്തിച്ചേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാനും റോയും കൂടി നാളെ അങ്ങോട്ട് വരാം. ഓ, ഓക്കെ. എടാ, നിന്റെ ഈ ഒരു ടെൻഷൻ കാണുമ്പോഴാ ബഹ്റൈനിൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചാകാൻ പറ്റൂ? ഒരു 4,000 രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഭംഗിയായി നടന്നേ. അപ്പം ബാക്കി 6,000 രൂപയ്ക്ക് എന്ത് ചെയ്യും? അതൊക്കെ ഉണ്ടാക്കാന്ന്. എങ്ങനെ ഉണ്ടാക്കുമെന്ന്? എടാ, ഞാൻ ചേർന്നിരിക്കുന്ന ചിട്ടി ഉണ്ടല്ലോ, നമുക്ക് അത് പിടിക്കാം. അത് വേണ്ട, നിന്റെ പെങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചേർന്നിരിക്കുന്നല്ലേ. അവളുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ. ഈ ചാൻസ് മിസ്സായ നിന്റെ പോക്കിന് ഒരിക്കലും നടന്നു വരില്ല. അത് വേണ്ട. നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ബാക്കി 4,000 ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേ. നീ ഇത്രയും പാടുപെട്ടിട്ട് എന്നെ അയക്കാന്ന് പറയുമ്പോ ആഹാ, ചുമ്മാതാണോ? എടാ, നീ അവിടെ ചെന്നൊന്ന് പച്ച പിടിക്കുമ്പോഴേക്കും എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാനും എത്തില്ലേ. ഇനിയിപ്പോ ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് അവിടെ എന്ത് ജോലി കിട്ടാനാ? നിനക്കാണെങ്കിലും ടെക്നിക്കൽ ട്രേഡിംഗിലും അറിയാം. ആരാ? എടാ, ബിനോയാണ്. വല്ല കോളും കാണും. വാ. എന്താ ബിനോയ്, എന്താ കേസ്? എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് വേണം. ആരെ തല്ലണം? തല്ലും പിടിയൊന്നുമല്ല. ഈ വണ്ടിയെ ചെന്ന് ഒരു പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരണം. പറ്റൂ? എന്താ? എത്ര രൂപ തരും? 2,000 രൂപ തരും. അത് പറ്റത്തില്ല. ഒരു 4,000 രൂപ തന്നാൽ സംഗതി ഞങ്ങൾ ഏറ്റു. തരാം. അതവിടെ നിൽക്കട്ടെ. ഏതാ പെണ്ണ്? അതെന്തിനാണ് നമ്മൾ അറിയുന്നത്? ഒറ്റയടിക്ക് കാശ് കിട്ടുന്ന കേസാ. നീ കിടന്ന് പിടയ്ക്കാതെ എന്താ ഏതാന്നറിയാതെ എങ്ങനെയാ കയറി കേൾക്കുന്നത്? ബിനോയ്, കാര്യം തെളിച്ചു പറ. ഇതാ പെണ്ണ്. ഇത് ഭരതമേന്റെ മകളല്ലേ? അതെ. കോൺവെന്റ് റോഡിലുള്ള മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു കൊണാപ്പുണ്ടല്ലോ, അവിടെ അവള് വരും 5 മണിക്ക്. നടക്കില്ല ബിനോയ്. എടാ, ഒറ്റയടിക്ക് വിസയുടെ കാശ്. നീ ഒന്ന് ചുമ്മാരുന്നേ. പണം പോരാഞ്ഞിട്ടാണേ പറ. ഇല്ല, നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ബിനോയ്, സ്ഥലം വിട്. നീ ഒറ്റ ഒരുത്തൻ കാരണമാ ഇന്നത്തെ പരിപാടി ചീറ്റിപ്പോയത്. ഗൾഫിൽ പോകാനുള്ള കാശ് സുഖമായിട്ട് കിട്ടിപ്പോയനെ. അങ്ങനെ ചെയ്തിരുന്നെങ്കിലേ പോക്ക് ഗൾഫിലേക്കല്ല, സെൻട്രൽ ജയിലിലേക്കായനെ. അതിപ്പോ ചെയ്താൽ തന്നെ നമ്മളാണെന്ന് ആരറിയും? അയ്യടാ, ആ പെണ്ണിന് കണ്ണു മൂക്കൊന്നുമില്ല. അയ്യാടാ, കണ്ണും എന്താടാ വകന്തകളെ, ഞാൻ അങ്ങോട്ട് മാറിയപ്പോഴേക്കും തുടങ്ങിയ കച്ചറ. ചാക്കുണ്ണിയേട്ടാ, ഇവന്റെ ഒറ്റ വാക്കുകൊണ്ട് ഇന്ന് പോയതേ രൂപ 4,000. അതേത് വാക്കാണ് വധൂരി? രാവിലെ നല്ലൊരു കോള് കിട്ടിയത്. ഇവന്റെ പറ്റില്ല എന്നൊരു വാക്ക് കാരണം കംപ്ലീറ്റ് കളി. ഭർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യം? നമുക്ക് വേറെ വഴി നോക്കാമെന്ന്. വേറെ വഴി എന്ത്? ചാക്കുണ്ണിയേട്ടൻ തരുവോ? തരാവല്ല. രൂപ 4,000 അല്ലേ? എന്നാ എന്റെ ഉണ്ടായിരുന്നല്ല, ഇപ്പൊ എങ്ങാട്ട് പോയി? എടാ നശിപ്പുകളെ, എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിടുപ്പ് തീരുമാനം രത്നമ്മയുടെ വായലൊക്കെ കേൾക്കാനും നിൽക്കുവാ. നിങ്ങളെന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നെയ്ക്കലേണത് എന്ന് വെച്ചാ? എടാ, രത്നമ്മയുടെ കയ്യിലല്ലേ പൂത്ത പണം ഇരിക്കണത്. പലിശയ്ക്ക് പണം കൊടുക്കലല്ലേ തൊഴിൽ. ബ്ലേഡ് നമ്മൾ ചോദിച്ചാ തരുവോ? നീ ചോദിച്ചാ തരൂല്ല, പക്ഷെ ചോദിക്കേണ്ടവർ ചോദിച്ചാ തരും. അതാരാ? ഇങ്ങനത്തെ പതിവൊക്കെ ഉണ്ടോ? ഇന്ന് വെള്ളക്കാക്ക മലന്ന് പറക്കുമല്ലോ. അതെന്താ അങ്ങനെ? അല്ല, പതിവില്ലാതെ അമ്പലത്തിൽ കണ്ടോണ്ട് ചോദിച്ചതാ. എല്ലാ വഴിയും മുട്ടുമ്പോ ഇങ്ങോട്ട് വരാതെ പിന്നെ എന്ത് ചെയ്യാന്? എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. പറയൂന്നേ. വേണ്ട. പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഈ പറയണ്ട. അയ്യോ, അങ്ങനെയൊന്നുമില്ല. റോയിയുടെ ഗൾഫ് പോക്ക് മുടങ്ങുന്ന തോന്നുന്നു. വളരെ കഷ്ടപ്പെട്ട് 6,000 രൂപ ഉണ്ടാക്കിയത്. ബാക്കി 4,000-ന് ഒരു വഴിയും കാണുന്നില്ല. പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ തന്നെ ഞങ്ങൾക്കൊക്കെ ആര് തരാനാ? പണയോ പാട്ടോ കൊടുക്കാന്ന് വെച്ചാ കയ്യിലൊട്ടൊന്നും ഇല്ല തന്നെ. നാളെ ഒന്ന് വീട്ടിലേക്ക് വരാവോ? എന്തിനാ? ഒന്ന് വരൂന്നേ, ഒരു കാര്യം പറയാനാ.
ഇതാ ഐശ്വര്യമായിട്ട് 2 കൈ നീട്ടി വാങ്ങിക്കേ. പിന്നെ പലിശയൊന്നും വേണ്ട കേട്ടോ, നല്ലൊരു കാര്യത്തിനല്ലേ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്ര വലിയ ഉപകാരം ചെയ്ത്. ജീവനുള്ളിടത്തോളം കാലം എനിക്ക് രത്നെ മറക്കാൻ പറ്റില്ല. എന്തായാലും മാത്യു വിചാരിച്ചു കാണില്ല നമ്മൾ സമയത്തിന് കാശ് കൊടുക്കുമെന്ന്. ഞാൻ രൂപയുമായിട്ട് കയറി ചെന്നപ്പോഴേ അവന്റെ കണ്ണ് തള്ളിപ്പോയി. വേഗാവട്ടെ, 9:30 ട്രാവൽ ഏജൻസിൽ എത്താനാ പറഞ്ഞിരിക്കുന്നത്. ഭൂലോകത്തിലെ പല പല നാട്, അതിശയമായൊരു നാട്, പുണ്യമുള്ള. ആഹാ, നിങ്ങ പോവാൻ പോണേണാ? സമയമായി. 1 മിനിറ്റ് കേട്ടാ, എന്റേതായിട്ട് നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല കേട്ടാ. ഒരു കാര്യം ചെയ്. ഇത് എന്താ ഇത്? ഒരു പാന്റും ഒരു ഷർട്ടുമാണ്. ഒരു വധൂരി തിരുമ്പാൻ തന്നാണ്. എന്നാ നീ വെച്ചോ. താങ്ക് യു. ആദ്യത്തെ ലീവിന് ഞാൻ വരുമ്പം ചാക്കുണ്ണിയേട്ടൻ ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുതരും. ഒരു ഇലക്ട്രിക്കാനും കൂടി കൊണ്ടു കൊടുക്ക്. ഓക്കെ. നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലാണ്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാം. ഒരു കാര്യം പറയാൻ കേട്ടാ, അവിടെ ചെന്നിട്ട് ഒരുമാതിരി മറ്റേ കളി വേണ്ട കേട്ടാ. തലവെട്ടാണ് അവിടുത്തെ കുറഞ്ഞ ശിക്ഷ. ഞങ്ങൾ ഇറങ്ങട്ടെ. നീ ചെല്ലു മോനെ, ആ ഈശോ നിന്നോടൊപ്പം ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് അയ്യോ, ഇടിക്കോ തൊടിക്കോ എന്തോ വേണം ചെയ്തോ. എന്നെ തല്ലിച്ചോണ്ട് നിങ്ങളൊന്ന് കാശിയിലേക്ക് കിട്ടാൻ പോകുന്നില്ലോ. സിമ്പിൾ വേണം, ആൾക്കാരത്ത് സിമ്പിൾ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് പറയാനുള്ളവരോട് കേക്ക്. ഞാൻ ഈ ട്രാവൽ ഏജൻസിയുടെ ജനറൽ മാനേജർ മാത്രമാണ്. സെക്യൂരിറ്റി മണി എന്നും പറഞ്ഞ് 10,000 രൂപ എണ്ണി കൊടുത്തിട്ടാണ് ഞാനും ഇതിനകത്ത് ജോലിക്ക് കയറിയത്. ആരും വെക്കാരും സമാനം പറയും. നമുക്ക് പിന്നെ മുതലാളിയുടെ വീട് വരെ പോയി നോക്കിയാലോ? ഞാൻ രാവിലെ അവിടെ പോയി നോക്കിയിട്ടല്ലേ വരുന്നത്. സകല സാധനങ്ങൾ എടുത്തോണ്ട് ആ കാലമാടം മുങ്ങിയിരിക്കുക. എന്തോ പ്രശ്നമുണ്ടല്ലോ. പോയി നോക്കാം. ഞാൻ നിരപരാധിയാണ്. എന്റെ അടുത്ത് അല്പമെങ്കിലും സിമ്പതി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കി. പ്ലീസ് എന്നെ കൈയ്യെഴുതരുത്. എന്നെ ജാമ്യത്തിൽ എന്നാലും ആ കള്ള കഴിവേറികളെ നമ്മുടെ കൈ കിട്ടിയില്ലല്ലോ. വല്ലാത്തൊരു വെട്ടില നമ്മൾ വീണിരിക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചാടി ചത്താലോന്ന് വരെയുണ്ട്. പിന്നെയും വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ നീ വിഷമിക്കാറാ. എന്റെ തീരുമാനം ബോംബെക്ക് പോവാന്നാ. അവിടെ എവിടെയെങ്കിലും ഇട്ട് അമരെ പിടിക്കാം. അത് പിന്നത്തെ കാര്യം. ഇപ്പൊ എന്റെ പ്രശ്നം രത്ന എങ്ങനെ ഫേസ് ചെയ്യുന്ന. നമ്മൾ സത്യം പറഞ്ഞാലും ഒരു പക്ഷെ അവള് വിശ്വസിച്ചൊന്നും വരില്ല. എങ്ങനെയെങ്കിലും പണവും കൊണ്ട് തിരിച്ചു ചെല്ലാൻ പറ്റും. ഒരു വഴിയുണ്ട് രൂപ ഉണ്ടാക്കാൻ. നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? വഴി എന്താന്ന് വെച്ചാ പറ. മോഷണം. ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാ അതും കൂടെ ആകാന്ന് വെച്ചത്. ഓയ്, പിന്നെയും കുഴപ്പങ്ങളിലേക്ക് പോകാനാ നിന്റെ ശ്രമം. അല്ലെങ്കിൽ വേറൊരു വഴി നീ പറ. കാശ് കൊടുക്കുകയും വേണം, അധ്വാനിക്കാനും പറ്റത്തില്ല. മോഷണം അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ട്. ബെസ്റ്റ് വഴിയുണ്ട്, കള്ളവാറ്റ്. എന്നിട്ട് വേണം എക്സൈസുകാരെ നെടികൊള്ളാൻ. എന്നാൽ അത് വേണ്ട. സ്മഗ്ലിംഗ്, നോട്ട് ഇരട്ടിപ്പ്, ഡോളർ കച്ചവടം, ഹാഷേഷ്, ബ്രൗൺ ഷുഗർ, കോക്കൈൻ. നിർത്ത്. എടാ, നല്ല വഴിക്ക് ചിന്തിക്കുക. എടാ, നല്ലവരായിട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. അതിന് വേറെ ആൾക്കാരുണ്ട്. നന്നാവാൻ നോക്കുമ്പോഴാ നമുക്ക് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവുള്ളൂ. നീ എന്റെ കൂടെ നിന്നാ മതി. ബാക്കി കാര്യം എന്താണെന്നുള്ളത് എനിക്ക് വിട്. ഇവിടെ എത്രയോ കള്ളപ്പണക്കാരുണ്ട്. അവരുടെ വീട്ടിൽ കയറി മോട്ടിച്ച ദൈവം പോലും കോപിക്കില്ല. അവന്മാരിട്ട് പോലീസിനെ അറിയിക്കാൻ പോലും. ധൈര്യമായിട്ടിരിക്കടാ, നമ്മൾ നേടും. കുഴപ്പമില്ല, കേറാം. എടാ, അവസാന നിമിഷം ഞാൻ വീണ്ടും ചോദിക്കാം, ഇത് വേണോ? വേണം. ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. വെളുക്കുന്നവരെ വെള്ളം കോരിട്ട് കുടവിട്ടടയ്ക്കുന്ന ഏർപ്പാട് കാണിച്ചാലുണ്ടല്ലോ. നീ ഒന്നും അറിയണ്ട, കൂടെ എന്നാ മതി. എല്ലാം ഞാൻ ഏറ്റ്.
അയ്യോ എന്റെ കഴുത്ത്. കേറി വാ. ഞാൻ എങ്ങനെ? പിടി. അയ്യോ കൈ പിടിയാ. എത്തല്ല. അയ്യോ പിടിപിടില്ലേ പിടിപിടില്ലേ. പിടിക്ക് പിടിക്ക്. വലിച്ചു കയറ്റാൻ. ഷർട്ടിൽ നിന്ന് വിടുന്നു. വലിക്ക് വലിക്ക്. അയ്യോ റോയി